ശ്രീ കെ രാജൻ. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാണ്. പ്രധാനമായിട്ടും ഈ വലിയ പ്രദേശത്തേക്ക് ഫെൻസിങ് സർക്കാരിനൊറ്റയ്ക്ക് സാധ്യമാകാനും അത്ര എളുപ്പമല്ല എന്നങ്ങ് സൂചിപ്പിച്ചു. സ്വാഭാവികമായിട്ടും നേരത്തെ ഇവിടെ ചേലക്കര MLA സൂചിപ്പിച്ചതുപോലെ MLA ഫണ്ട് ഉപയോഗിക്കൽ മാത്രമല്ല, സ്വകാര്യ ഭൂമികളിൽ ഫെൻസിങ് നടത്താൻ അവർ തയ്യാറായാൽ ഒരു 50% സബ്സിഡി പോലുള്ള ആകർഷകമായിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഫെൻസിങ്ങിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ സാധ്യമാകും. സാർ ഇവിടെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വന്യജീവി ആക്രമണം ഒരു ദുരന്തമായി പ്രഖ്യാപിച്ചതുകൊണ്ട് നമുക്ക് STRF കൂടി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് തന്നെ 304/2025 എന്ന ഗവൺമെൻറ് ഉത്തരവായി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തിറക്കിയിട്ടുള്ള ഉത്തരവിൽ പല കാരണങ്ങളിപ്പോൾ സ്വാഭാവികമായിട്ട് വനം വകുപ്പ് പറയുകയാണ്. ഉദാഹരണത്തിന് കാടിനകത്തേക്ക് പ്രവേശിക്കപ്പെട്ടാൽ ആന ചവിട്ടിയാൽ നഷ്ടപരിഹാരം കിട്ടില്ല എന്നുള്ളത് ഉൾപ്പെടെ. അതുകൊണ്ട് ഡിസാസ്റ്റർ ആക്ടിൻ്റെ സെക്ഷൻ 72 പ്രകാരം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചാൽ എല്ലാ നിയമങ്ങളെയും ഓവർ റൂൾ ചെയ്യുന്ന ഒരു നിയമമാണ് ഡിസാസ്റ്റർ ആക്ടിൻ്റെ. ഇത് നടപ്പിലാക്കാനുള്ള ശ്രമം കൂടി സാധ്യമാക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും എല്ലാ വകുപ്പുകളും ചേർന്ന് ഭരണ പ്രതിപക്ഷ വ്യത്യാസം കൂടാതെ ഒന്നിച്ച് നിന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ, അല്ലാതെ പരിഹാരം ഉണ്ടാകത്തില്ല. സാർ, ഇതിൻ്റെ ഒരു കാര്യം ഞാൻ ആദ്യമേ ഒരു തീരുമാനമെടുത്തു സാർ, ഉദ്യോഗസ്ഥർക്ക്. ഒരു വന്യമൃഗ ആക്രമണത്തിൽ ഒരു വ്യക്തി മരിച്ചാൽ അത് കാടിൻ്റെ പുറത്ത് ആയിക്കോട്ടെ കാടിനകത്തായിക്കോട്ടെ, അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം വനംവകുപ്പിനാണ്. ധാർമ്മികമായ ഒരു വന്യമൃഗം വന്ന് നമ്മൾ കണ്ടെയ്ൻ ചെയ്യേണ്ട മൃഗം വന്ന് അറ്റാക്ക് ചെയ്താൽ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം. അത് പലപ്പോഴും പറഞ്ഞത് ഇതുമായി മുൻകാലങ്ങളിൽ ഇത് പരിശോധിച്ചപ്പോൾ ഇവർക്ക് ആനുകൂല്യം കൊടുക്കുന്നത്, ധനസഹായം എത്തുന്നത് പലപ്പോഴും ആദിവാസികൾ ആകുമ്പോഴത്തേക്കിന് അവർക്ക് ഇതിൻ്റെ ലീഗൽ വശങ്ങളൊന്നും അറിയാൻ വയ്യാത്ത സ്ഥിതിയുണ്ട്. സോ അതിനെല്ലാം ഒരു ലൈസൺ ഓഫീസർ എന്നുള്ള നിലയിലേക്ക് വനം വകുപ്പിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ആ കാര്യങ്ങൾ, ആ പേപ്പർ വർക്ക് ചെയ്യുന്നതും കംപ്ലീറ്റ് ചെയ്യുന്നതും അതെല്ലാം ചെയ്യണം. അത് കർഷകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും അവിടെ ഒരു ലൈസണിങ് ആവശ്യമാണ് എന്നുള്ള നിലയിലേക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഇത് ചെയ്തുകൊണ്ട് പിന്നെ വനത്തിനകത്ത് എത്രത്തോളം നമുക്ക് സംരക്ഷണം നൽകാൻ ഒക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വനത്തിനകത്തെ സാഹചര്യം അത് വെച്ചുകൊണ്ട് നമുക്ക് ഏകോപിപ്പിച്ച് കൊണ്ടുപോകാം സർ.